Saints. Wasn't that a wonderful performance? I'm missing my co-host here. I guess he's got a WhatsApp message and some game, I guess. I have one announcement. Tonight we'll also have a raffle draw. So if anybody has not yet given the soul tickets stub, please, Siji is right there. So please make sure that the stubs are given to Siji. Next we have yet another entertaining performance by none other than St. Joseph's Ward. So I request you all to sit back and enjoy this wonderful skit. Thank you. Okay guys, good job. That was a great dance. സഹോദരി ഹെൽഡൻ തിയേറ്റേഴ്സിന്റെ സംഗീത നൃത്തനാടകം അടുത്ത ഒരിക്കലോടുകൂടി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. രചനയുടെ വാതിൽ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് സാത്താന്മാരുടെ ഈ വർഷത്തെ ആനുവൽ മീറ്റിംഗ് ലൂസിഫറിന്റെ നേതൃത്വത്തിൽ സാത്താന്മാരുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനവും അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്ലാനിങ്ങുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ കുട്ടി സാത്താന്മാർക്കും നമസ്കാരം. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ സാത്താൻ നേതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാനായി ആദ്യം തെക്ക് സാത്താനെ ക്ഷണിക്കുന്നു. എല്ലാ കുട്ടി സാത്താന്മാർക്കും നമസ്കാരം. 2014 എന്റെ പ്രവർത്തനം വൻപിച്ച വിജയമായിരുന്നു. ഭാര്യ ബന്ധത്തിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാക്കി 500 ക്രിസ്തീയ കുടുംബങ്ങളെ തകർത്തു. 100 വിശ്വാസികളെ മുൻകോപികളാക്കി. 2000 പേരെ മതവിരോധികളാക്കി. അടുത്തതായി വടക്ക് സാത്താനെ ക്ഷണിക്കുന്നു. എല്ലാ കുട്ടി സാത്താന്മാർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം പ്രാർത്ഥനാനിരതരായ നിരവധി സഹോദരിമാരുടെ സമയം ഫോണിലൂടെയുള്ള ഏകദേശങ്ങൾക്കായി മാറ്റിവെക്കും. 2500 വിശ്വാസികളുടെ ചർച്ച് കോൺട്രിബ്യൂഷൻ വെട്ടിക്കുറയ്ക്കുവാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഒരു ചിന്താശ് പോലും ദേവാലയത്തിനോ ചാരിപ്പിക്കുവാൻ പറ്റാത്ത വിശ്വാസികളെ നന്ദിയോടെ സ്നേഹിക്കുന്നു. ഇനി കിഴക്ക് സാത്താനെ ക്ഷണിക്കുന്നു. എല്ലാ കുട്ടി സാത്താന്മാർക്കും നമസ്കാരം. ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും കുറ്റമിത്രമാക്കി 10,000 പിള്ളേരെ വീഡിയോ ഗെയിമിന് അഡിക്റ്റാക്കി. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു വന്ന് 5000 പിള്ളേരെ കരുതല പറയാൻ പഠിച്ചു. അടുത്തതായി പടിഞ്ഞാറ് സാത്താനെ ക്ഷണിക്കുന്നു. എല്ലാ കുട്ടി സാത്താന്മാർക്കും നമസ്കാരം. ക്രിസ്ത്യാനികളെ തകർക്കാൻ നമ്മുടെ അനുയായികളെ സ്പെഷ്യലായി റിക്രൂട്ട് ചെയ്യാൻ പറ്റും. മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ സാധിച്ചു. സഭകളെ തകർക്കാൻ നമ്മുടെ അനുയായികളെ നന്നായി ട്രെയിൻ ചെയ്യാൻ പറ്റും. വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ ചെയ്ത എല്ലാ വലിയ കാര്യങ്ങൾക്കും നന്ദി. ഇനി ഈ വർഷം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം 2015 നമ്മുടെ ഉദ്ദേശം കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതായിരിക്കും. കുടുംബങ്ങൾ തകർന്നു കിട്ടിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് നടത്തിയെടുക്കാം. ഈ നോർത്ത് ഇന്ത്യയിലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു 1000 കുടുംബങ്ങളെ ഞാൻ കണ്ടുവച്ചു.
ചില മാർഗങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരാം. അവരുടെ ജീവിതങ്ങൾ നിങ്ങൾ കൂടുതൽ തിരക്കുള്ളതാക്കണം. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ശാന്തിയും സമാധാനവും എടുത്തു മാറ്റണം. കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് അവരെ നിങ്ങൾ പിന്തിരിപ്പിക്കണം. ഇതിനു വേണ്ടിയുള്ള കുറെ തന്ത്രങ്ങൾ ഞാൻ തന്നെ വരുന്നിട്ടുണ്ട്. പോകുമ്പോൾ അവനവനിരുന്ന കസേര എടുത്തുകൊണ്ട് പോകുക. അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇരിക്കാൻ കസേര കിട്ടിയത് വരില്ല. കുടുംബങ്ങളെ തകർക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം നേടാനായി സാത്താന്മാർ വ്യക്തവും കൃത്യവുമായ പദ്ധതികളോട് മുന്നേറുകയാണ്. ലൂസിഫറിന്റെ ലിസ്റ്റിലുള്ള നോർത്തേൺ വെർജീനിയയിലെ ഒരു കുടുംബത്തെ നമുക്കിനി പരിചയപ്പെടാം. ഈ കുടുംബത്തിൽ 2 മക്കളാണുള്ളത്. 2 പേരും കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമായി അമേരിക്കയിൽ ജീവിക്കുന്നു. ഈ മക്കളെ കാണാൻ കുറച്ചു കാലം അവരുടെ കൂടെ താമസിക്കാനുമായി ഇവരുടെ അപ്പച്ചനായ മത്തായി ചേട്ടനും അമ്മച്ചി മറിയാമ്മ ചേട്ടനും നാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഇന്ന് മത്തായി ചേട്ടന്റെ ബർത്ത്ഡേയാണ്. ബർത്ത്ഡേ ആഘോഷിക്കാനായി മക്കളും ചെറുമക്കളും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു. നമുക്ക് ഇവരുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതാണ് മത്തായി ചേട്ടന്റെ മൂത്ത മകൻ ബേബിച്ചനും ഭാര്യ ലൂസി. ബേബിച്ചൻ ഒരു IT കമ്പനിയിൽ പ്രോജക്ട് മാനേജറാണ്. ഇതാണ് ബേബിച്ചൻ. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 9 മണിയാവും പുള്ളിക്കാരൻ വീട്ടിലേക്കാണ്. ഇതാണ് മത്തായി ചേട്ടന്റെ 2ാമത്തെ മകനായ സണ്ണിക്കുട്ടിയും ഭാര്യ ലീലയും. അല്ലറ ചില്ലറ ബിസിനസ്സും അസോസിയേഷൻ പ്രവർത്തനവും ഒക്കെയാണ് സണ്ണിയുടെ ഇഷ്ടവിനോദം. പോക്കർ കളിയും അമ്പത്താറും. അപ്പച്ചന്റെ ബർത്ത്ഡേക്ക് കളിക്കാനായി കൊച്ചുമക്കൾ എല്ലാവരും കൂടി ഒരു ഡാൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ? ആയിക്കോട്ടടാ മക്കളെ. मेरा
അങ്ങനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുമിച്ച് കൂടി മത്തായി ചേട്ടന്റെ ബർത്ത്ഡേ ഒരു ആഘോഷമാക്കി മാറ്റി. സമയം വൈകുന്നേരം. ഓ, സമയം 8 മണിയായല്ലോ. നമുക്ക് കുരിശ് വരയ്ക്കണ്ടേ? ഈ മക്കളെ ആരെയും കാണുന്നില്ലല്ലോ. മക്കളെ, എടാ ബേബി, സണ്ണി, എല്ലാവരും വന്നേ. സന്ധിപ്രാർത്ഥനയ്ക്ക് സമയമായി. മോളെ ബീന, സണ്ണി എന്തിയടി? നിനക്കെന്താ ഒരു വിഷമം? എന്റെ അമ്മച്ചി, സണ്ണിച്ചാൻ ഇനിയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇതൊരു പതിവ് പരിപാടിയാണ്. വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. എന്നും സോക്കർ കളിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകും. എന്തെങ്കിലും കാരണം പറഞ്ഞ് കുടുംബ പ്രാർത്ഥന മുടക്കും. ഈ സണ്ണിച്ചാൻ ചെയ്യുന്നത് കണ്ട് ഇപ്പോൾ പിള്ളേർക്കും പ്രാർത്ഥനയ്ക്ക് മടിയായി തുടങ്ങി. വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ അവതാളത്തിലായി. മോളെ, അവൻ പള്ളിയിലൊക്കെ പോകാറുണ്ടോ? ഒന്നും പറയണ്ടല്ലേ പച്ച. ഞായറാഴ്ചകളിലൊന്നും തല കാണിക്കാനായി പള്ളിയിലേക്ക് പോകും, അത്രമാത്രം. വാശിയെഴുതാനും പോലും കൂടിയില്ല. ലൂസി, നീ എന്താടി കുറ്റിക്കൊണ്ട് നടക്കുന്നത്? ഓ, അത് അമ്മച്ചി. അത് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചക്കക്കുരുമാങ്ങയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ മതിയായിരുന്നു. ഓ, അവളുടെ ഒരു ചക്കക്കുരു വാങ്ങി വായിലോട്ട് വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഇവക്ക് എപ്പോഴും ഈ ഫേസ്ബുക്കിൽ കയറാനേ നേരമുള്ളൂ. ഞങ്ങൾക്ക് ഒരു സമാധാനമില്ല അച്ഛാ. ഞങ്ങളുടെ ചിന്നുമ്പോൾ അവളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞു, ജോലിയുമായി. പക്ഷെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ചെകുത്താൻ കയറിയതുപോലെയാണ്. എന്തു പറഞ്ഞാലും കേൾക്കത്തില്ല. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെ നേരെയാക്കുമെന്ന്. സാരമില്ല മക്കളെ, നമുക്ക് എല്ലാത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. വാ, നമുക്ക് ഒരു മുദ്ര ചെയ്യാം. അയ്യടാ, 8 മണിയായോ? എനിക്ക് ഇപ്പോൾ ഒരു കോൺഫറൻസ് കോൾ ഉണ്ട്. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വന്നേക്കാം. അമ്മച്ചി, എന്റെ ദുബായിൽ അനിയൻ ഇപ്പൊ സ്കൈപ്പിൽ വരും. അമ്മച്ചി തുടങ്ങിക്കോ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ട്രെയിൻ കഴിഞ്ഞ് പിള്ളേർ ഇപ്പം വന്നതേ ഉള്ളൂ. ഞാൻ നമുക്ക് കുറച്ച് കൂട്ടുകൾ കൊടുത്തിട്ട് വരാം. നിങ്ങൾ തുടങ്ങിക്കോ. എടി മറിയേ, നമ്മുടെ മക്കൾക്കെല്ലാം എന്ത് പറ്റിയടി? നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നവരാണല്ലോ. പിന്നെ ഇവർക്കൊക്കെ എന്ത് പറ്റി? എന്റെ മാതാവേ, ഇവരെ കാത്തോണേ. മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിക്കും ആകെ സങ്കടമായി. മക്കളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നവർ ആലോചിച്ചു. അടുത്ത ദിവസം മത്തായി ചേട്ടൻ മക്കളെ രണ്ടുപേരെയും അടുത്ത് വിളിച്ചു. മത്തായി ചേട്ടൻ എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? നമുക്ക് ശ്രദ്ധിക്കാം. മക്കളെ, ബേബി, എടാ സണ്ണി, എല്ലാവരും വന്നേ മക്കളെ. അപ്പച്ചനും അമ്മച്ചിക്കും നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള കഴിവില്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ദൈവം തരാൻ ഇട്ടുകൊടുക്കണം. നിങ്ങളുടെ പള്ളിയിൽ
വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ആരാധനയില്ലേ? പിന്നെ മാസത്തിൽ ഒരിക്കൽ നൈറ്റ് വിജിലും ഉണ്ട്. നിങ്ങൾ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കണം. ഇനി അതൊന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് അകലെ തന്നെ 24 മണിക്കൂറും നിത്യാരാധനയുള്ള പള്ളിയുണ്ടല്ലോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി നിങ്ങളുടെ സങ്കടവും അപേക്ഷകളും ഒക്കെ ഈശോയുമായി ഒന്ന് പങ്കുവെച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പോൾ സമാധാനം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും നാളെ വൈകുന്നേരം ആരാധന ചാപ്പൽ വരെ ഒന്ന് പോയാലോ? എന്റെ അപ്പച്ച, എനിക്ക് നാളെ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രോജക്റ്റിൽ ഒരു പ്രശ്നം വന്നു, എനിക്കത് ഫിക്സ് ചെയ്യണം. പിന്നെ കമ്പനിയിൽ ഒരു ഹാപ്പി അവറുണ്ട്, അതെനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ കൊച്ചുങ്ങൾക്കെല്ലാം തിരക്കാണല്ലോ അപ്പച്ച. നാളെ പറ്റത്തില്ല. മക്കളെ, അപ്പച്ചനും അമ്മച്ചിക്കും പറയാറുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം. അപ്പച്ചനും അമ്മച്ചിക്കും വിഷമമായെന്ന് തോന്നുന്നു. അപ്പച്ചൻ ഇത്രയും കാര്യമായി പറഞ്ഞതല്ലേ ബെന്നിച്ചായ. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് പോകാം. ശരി, എന്നാൽ അങ്ങനെയാണ്. സണി, നിങ്ങൾ തന്നെ. ശരി ചേട്ടാ. ആരാധനയ്ക്ക് പോകാൻ മക്കൾക്കൊന്നും വലിയ ഉത്സാഹം ഉണ്ടായിരുന്നില്ലെങ്കിലും അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാ മക്കളും അടുത്ത ഏതാനും ദിവസങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തു. ഇനി ആ കുടുംബത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പച്ചൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ആരാധനയിൽ പങ്കെടുത്തു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ നല്ല സന്തോഷവും സമാധാനവും ഉണ്ട്. അപ്പച്ച, എന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞാൻ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. എന്തെന്നില്ലാത്ത ആശ്വാസം. ചുറ്റുമ്പോൾ ഇന്നലെ വിളിച്ചിരുന്നു. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന തിരക്കിനോട് സംസാരിക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ഈശോയുടെ ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിപ്പോ സന്തോഷമായി മക്കളെ. നിങ്ങൾ ഇവിടെ സ്വർഗം പണിതിരിക്കുന്നു. വരൂ, നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം കർത്താവെ ആരാധിക്കാം. As Pope John Paul II said, let Jesus in the Blessed Sacrament speak to your hearts. Seek Him without tire. Welcome Him without reserve. Love Him without interruption. Today, tomorrow and forever. Let us be close to Jesus. Let us strive to visit adoration chapels and spread this joy to our families and our community. This will bring grace and peace to our lives.